പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനൊരു വാർത്ത വായിക്കാം. അത് ലോകായുക്തയുമായി ബന്ധപ്പെട്ട് 2021 വന്ന ഒരു വാർത്തയാണ്. അത് വന്നത് ഏപ്രിൽ 9 2021 ന്യൂസ് മിനിറ്റിൽ നിന്നാണ് എൻ്റെ സോഴ്സ്. കേരള ലോകായുക്ത ഓൺ ഫ്രൈഡേ സ്റ്റേറ്റഡ് ദാറ്റ് ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, ഞാൻ ആ പേര് പറയുന്നില്ല, കാരണം എനിക്ക് വ്യക്തിപരമായി വളരെ ബഹുമാനവും സ്നേഹമുള്ള ഒരാളായതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല, വാസ് ഗിൽറ്റി ഓഫ് nepotism and that he has misused powers to appoint a family member in Kerala State Minorities Development Finance Corporation by flouting norms. The case dates back to 2018 when this minister appointed his close relative K.T. Adib as general manager of the Kerala State Minorities Development Finance Corporation under the Ministry of Minority Welfare in Kerala. The Logayukta has also asked the Chief Minister of Kerala to take action against the minister. The Logayukta has also declared that this minister should not continue as the minister. ഇങ്ങനെ ഒരു വാർത്ത ഞാനിപ്പോൾ ഈ പോറ്റിയുടെ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓർക്കുന്നത്. പോറ്റി പുറത്തിറങ്ങുമ്പോൾ പോറ്റി മാത്രമല്ല പുറത്തിറങ്ങിയത്, ഈ കേസുമായി ബന്ധപ്പെട്ട സുധീഷ് കുമാറിനെ പോലെയുള്ള, അതുപോലെ തന്നെ മുറൈ ബാബുവിനെ പോലെയുള്ള മറ്റുള്ള ആളുകളും പുറത്തിറങ്ങി. അപ്പോൾ ഈ സംഭവങ്ങൾ ഇനി വാസുവും പത്മകുമാറുമൊക്കെ പുറത്തിറങ്ങുന്നതിലേക്ക് നയിക്കുമോ, അല്ലെങ്കിൽ അവർക്കും കോടതി ജാമ്യം അനുവദിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഇതിനെ എന്തുകൊണ്ടാണ് ലോകായുക്തയുടെ കാര്യത്തിലേക്ക് ഞാൻ ഈ വിഷയത്തെ ബന്ധിപ്പിക്കുന്നതെന്ന് ഞാൻ പുറകെ പറയാം. അതേസമയം തന്നെ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിലെ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ ഒരൊറ്റ ഘട്ടമായി ഏപ്രിൽ 6 2021 നടന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഏപ്രിൽ 6 2021. പിന്നെ ലോകായുക്ത ഈ മിനിസ്റ്ററെ ഗിൽറ്റിയായി കണ്ടെത്തുന്നത് 9 ഏപ്രിലാണ്. ഇദ്ദേഹം പിന്നീട് റിസൈൻ ചെയ്യുന്നത് 2021 ഏപ്രിൽ 13 എന്നാണ് എൻ്റെ ഓർമ്മ. 2021 ഏപ്രിൽ 13, നമുക്കത് പരിശോധിക്കാം. അദ്ദേഹം 2021 ഏപ്രിൽ 13 രാജിവെക്കുന്നു. അതൊന്ന് പരിശോധിക്കാം. ദ ഹിന്ദു അന്ന് റിപ്പോർട്ട് ചെയ്തത്, കേരള ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ റിസൈൻസ് ആഫ്റ്റർ ലോകായുക്ത റാപ്പ് എന്നുള്ളതാണ്. ഫൗണ്ടിങ് ഗിൽറ്റി ഓഫ് നെപ്പോട്ടിസം, അതാണ് റീസൺ. റിസൈൻഡ് ആഫ്റ്റർ ദ ലോകായുക്ത ഫൗണ്ട് ഹിം ഗിൽറ്റി ഓഫ് നെപ്പോട്ടിസം. അപ്പോൾ എന്താണ് ഞാനിപ്പോൾ ഈ സന്ദർഭത്തിൽ പോറ്റി ജയിൽ മോചിതനാകുമ്പോൾ ഇത് ഓർക്കാൻ കാരണം, നമ്മളൊരു കേസിൻ്റെ അന്വേഷണം നടക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് അടുത്തൊരു പശ്ചാത്തലത്തിലാണ് അന്വേഷണം നടക്കുന്നത് എങ്കിൽ, ഇപ്പോൾ ഈ സ്മൃതി പരുത്തിക്കാടിൻ്റെ ചർച്ചയെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചു. ഇന്നലെ റിപ്പോർട്ടർ ലൈവിൽ സ്മൃതി പരുത്തിക്കാട് പോറ്റി ജയിൽ മോചിതനായ പശ്ചാത്തലത്തിൽ അബിൻ വർക്കിയെയും അതുപോലെ തന്നെ അനിൽ വിളയിൽ എന്ന് പറയുന്ന VHP നേതാവിനെയും LP ചേക്കുട്ടിയെയും ഡോക്ടർ PK ഗോപനെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ചർച്ച ഇന്നലെ നടന്നിരുന്നു. അപ്പോൾ ആ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ ഞാനത് സൂചിപ്പിച്ചു. അതായത് ഇപ്പോൾ എന്തുകൊണ്ട് 90 ദിവസമായിട്ടും SIT കുറ്റപത്രം നൽകിയില്ല, ചാർജ് ഷീറ്റ് നൽകിയില്ല? അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വരുന്ന ഈ ഡിലേ തെരഞ്ഞെടുപ്പ് വരെ അങ്ങ് നീണ്ടുപോവുകയാണെങ്കിൽ, ഇപ്പോൾ അത് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് വരെ നീണ്ടേക്കുമെന്ന് പറയുന്നത്, അങ്ങനെ അല്ലാതെ അങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെ പരിക്കേൽക്കാത്ത രീതിയിൽ അത്രയും കാലം ഇത് നീട്ടിക്കൊണ്ടുപോയി പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഒരുപക്ഷെ SITയോ അല്ലെങ്കിൽ EDയോ ഇതിൽ എന്തെങ്കിലും നടപടി, കാരണം EDയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അബിൻ വർക്കിയുടെ ആരോപണം. കുറേ ആളുകൾ അത് അങ്ങനെയാണെന്ന് കരുതുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ മുന്നിൽ ഒരുപാട് വസ്തുതകളുണ്ടല്ലോ. അത് ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യങ്ങൾ വച്ച് മാത്രമല്ല നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഈയിടെ മരണപ്പെട്ട അജിത് പവാറിൻ്റെ കാര്യത്തിൽ വരെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അത് ഉണ്ടാകുന്നുണ്ട്. BJPയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതുവരെ ED വേട്ടയാടിയിരുന്ന ആളുകൾ പിന്നെ ED വേട്ടയാടാറില്ല. അപ്പോൾ അത്തരൊരു പശ്ചാത്തലത്തിൽ ഞാൻ കാണുന്നത്, അതുകൊണ്ടാണ് ഈ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ കഴിഞ്ഞ മന്ത്രിസഭയുടെ കെയർടേക്കർ ഗവൺമെൻറ്റായി കഴിഞ്ഞിരുന്ന തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഘട്ടത്തിൽ അദ്ദേഹം രാജിവെച്ചു എന്നുള്ളത് ഞാൻ ഓർക്കുന്നത്. പറഞ്ഞു വരുന്നത് ഇതാണ്,
അന്ന് ലോകായുക്ത അദ്ദേഹത്തെ കുറ്റക്കാരനായി കണ്ടെത്തിയത് തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അദ്ദേഹം തവനൂർ മണ്ഡലത്തിൽ പരാജയപ്പെടുന്നത് അദ്ദേഹം വിജയിക്കുന്നത് 3000-ൽ താഴെ വോട്ടുകൾക്കാണ്. അപ്പോൾ ഈ ഒരു പരാമർശം, ലോകായുക്തയുടെ പരാമർശം അതിന് മുമ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഒന്ന് പരാജയപ്പെടുമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഇങ്ങനെ തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാകാതെ ഇടതുപക്ഷത്തെ രക്ഷിച്ചു നിർത്തുന്ന രീതിയിൽ SIT ഇടപെടുന്നുണ്ടോ? അങ്ങനെ ഒരു ചരിത്രം 2021 ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. ആ ചരിത്രം ആവർത്തിക്കുകയാണോ? പോറ്റി പുറത്താകുമ്പോൾ അതിൻ്റെ തുടക്കമാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന എൻ്റെ ഡൗട്ടാണ് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. നന്ദി, നമസ്കാരം.